ഹായ് ഓൾ നമസ്കാരം. നമുക്ക് ഇനി എക്സ് വാല്യൂ ഫ്രീക്വൻസിയും കൂടെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റേഞ്ചും കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചും കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്. ഇവിടെ മാർക്സ് തന്നിട്ടുണ്ട് 10, 20, 30, 40, 50, 60 and 70. Number of students 7, 8, 10, 15, 12, 6 and 4. സോ ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ആണ് അല്ലെ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. റേഞ്ച് കാണും. സോ നമ്മൾ പഠിച്ചിട്ടില്ലേ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എച്ച് മൈനസ് എൽ. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹയസ്റ്റ് വാല്യൂ. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലോവസ്റ്റ് വാല്യൂ. സോ ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ എത്രയാണ്, 70. ലോവസ്റ്റ് വാല്യൂ എത്രയാണ്, 10. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, റേഞ്ച് കാണുമ്പോൾ നിങ്ങൾ എന്ത് നോക്കേണ്ട, ഫ്രീക്വൻസിനെ നോക്കണ്ട, ആകെ എക്സ് വാല്യൂ മാത്രം നോക്കിയാൽ മതി. സോ ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ ഏതാണ്, 70 മൈനസ് ലോവസ്റ്റ് വാല്യൂ ഏതാണ്, 10. സോ 70 മൈനസ് 10 എത്രയാണ്, 60. എളുപ്പമല്ലേ. ഇനി നമുക്ക് എന്ത് കാണാം, കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കാം അല്ലെ. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ. സോ ദിസ് ഇസ് ഈക്വൽ ടു 70 minus 10 divided by 70 plus 10, which is equal to 70 minus 10 എത്രയാണ്, 60 by 70 plus 10, which is 80, and that is equal to 0.75. വളരെ എളുപ്പമല്ലേ ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. ഓക്കെ.